ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള 30 പ്രൊഡക്ട്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 2 ഗ്ലാസ്സാണ് അതിൽ വരുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഗ്ലാസ്സാണ്. ഇതുപോലെ വെർട്ടിക്കലായിട്ടുള്ള സ്ട്രൈപ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ ഗ്ലാസും 250 ml കപ്പാസിറ്റിയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 277 റുപ്പീസാണ് കേട്ടോ ഈ 2 ഗ്ലാസ്സിന്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പാക്കേജിങ്ങിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ധൈര്യത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു യുട്ടൻസിൽ ഹോൾഡറിൻ്റെ സെറ്റാണ്. ഇപ്പോൾ 2 സൈസിലാണ് ഇത് വന്നിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് നീളം ഉള്ള സ്പാച്ചുലാസ് ഇടാനും പിന്നെ ചെറുത് നമുക്ക് സ്പൂണ്, നൈഫ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടും. ഇപ്പോൾ പുറത്ത് ഇതുപോലൊരു ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അകത്ത് സ്റ്റീൽ തന്നെയാണ്. അകത്ത് വേറെ പെയിൻ്റൊന്നും കൊടുക്കാത്തത് കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 246 റുപ്പീസാണ്. ഇത് തന്നെ ചെറുത് മാത്രമായിട്ടും വലുത് മാത്രമായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അതിന് 140, 160 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ ബെറ്റർ. നമുക്കിതുപോലെ വലിയ സ്പാച്ചുലാസൊക്കെ വലിയതിലും സ്പൂണും ഫോർക്കൊക്കെ ചെറിയതിലും ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഇതൊരു സ്പാച്ചുലൻ്റെ സെറ്റാണ്. അപ്പോൾ 5 സ്പാച്ചുലയാണ് അതിൽ വരുന്നത്. പിന്നെ നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പാച്ചുലാസാണ്. ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. 5 എണ്ണത്തിന് 267 റുപ്പീസാണ്. പിന്നെ വുഡൻ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ബ്ലാക്കിലാണ് കളർ വരുന്നത്. എന്തായാലും ഈ പ്രൈസിന് എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ് കേട്ടോ. 1.5 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നറാണ്. കാരണം ഇതിൻ്റെ സെയിം തന്നെ ഞാൻ 2 എണ്ണം മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. നല്ല കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 479 റുപ്പീസാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയുള്ള കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറുതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് 2 എണ്ണം. ഞാനിതിൽ ചിക്കൻ മസാലയും പിന്നെ ഒന്നിൽ സേമിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്. കാരണം ഇതിൻ്റെ മൗത്ത് കുറച്ച് വൈഡായത് കാരണം. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവരും വാങ്ങിച്ചോളൂ. അപ്പോൾ ഇതൊരു അയൺ ബാസ്ക്കറ്റാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് കൂടാതെ ഗോൾഡനും പിന്നെ വൈറ്റ് കളറും അവൈലബിൾ ആണ്. ലിഡ് വരുന്നത് എല്ലാത്തിലും വുഡൻ ലിഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് എഗ് ബാസ്ക്കറ്റായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിത് കിച്ചണിലോ ഡൈനിങ് ടേബിളിലോ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ടോയ്സൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാനായിട്ടാണ് മെയിനായിട്ട് വാങ്ങിച്ചത്. അതല്ലെങ്കിൽ ഇതുപോലെ ഓണിയനോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഇതെല്ലാം നമുക്ക് നല്ല ഭംഗിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 659 റുപ്പീസാണ് കേട്ടോ. ഇതൊരു റൗണ്ട് സെർവിങ് ട്രേ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൗണ്ടർ ടോപ്പിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. വുഡും മെറ്റലും ആണ് മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സ്റ്റഡിയാണ് കേട്ടോ. ഇത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 514 റുപ്പീസാണ്. ഈ ഒരു പ്രൈസിന് എനിക്ക് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് കേട്ടോ തോന്നിയത്. കാരണം അത്രയ്ക്ക് നല്ല സ്റ്റഡി ആയിട്ട് നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് നല്ല വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ മെറ്റൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തായിട്ട് നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന്. ഇതിൻ്റെ സൈസ് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഡയാമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ താഴത്തായിട്ട് ഇതുപോലെ ബുഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ ബോട്ടിൽസ്, പിന്നെ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളായിട്ടുള്ള ഷുഗർ കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കേണ്ട സ്പൈസസ് ഇതെല്ലാം ഒരു ട്രെയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കുറേ സാധനങ്ങൾ നിരത്തി വെക്കുന്നതിന് പകരം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. 6 ഗ്ലാസ് കണ്ടെയ്നറാണ് വരുന്നത്.
ലിഡ് ഇതുപോലെ ബാംബൂ ലിഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് ഇത്ര ക്വാളിറ്റി ഇല്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഓരോ കണ്ടെയ്നറും 220 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 500 റുപ്പീസാണ്. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന കണ്ടെയ്നറാണ് കേട്ടോ. 2.2 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഫുൾ ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലിട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. വേണോ വേണ്ടേ എന്നൊക്കെ പിന്നെ ആലോചിച്ച് പിന്നെ ലാസ്റ്റ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഇതുപോലെ 4 മോഡലിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. നമുക്കിത് അരിപ്പൊടി, ഗോതമ്പ് പൊടി, അരി ഇതൊക്കെ എയർടൈറ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 451 റുപ്പീസാണ്. ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെറാമിക് ഐറ്റമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ബബിൾ റാപ്പൊക്കെ കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ച ഒരു ഐറ്റമായിരുന്നു. പക്ഷേ മിക്ക സമയത്തും ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അൺബോക്സ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള സെറാമിക് ജാറാണ്. അത്യാവശ്യം നല്ല വെയിറ്റിൽ വരുന്നൊരു ജാറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്. ഇത് നമുക്ക് വെള്ളം, പാലൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്പാച്ചുല ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ വേസായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 550 റുപ്പീസാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ സ്പാച്ചുല ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം. കാരണം ഇത് നല്ല ഹെവി ആയിട്ടുള്ള ജഗ്ഗാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പാച്ചുലാസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതുപോലെ വേസായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. ഇത് ഞാൻ 1 മാസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഡെലിവർ ചെയ്തില്ല. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് ആ സമയത്ത് കാണിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നുകൂടെ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയുള്ള നല്ല റീസണബിൾ പ്രൈസിൽ ഉള്ളൊരു ടിഷ്യൂ ഹോൾഡറാണ്. ഇതിന് 153 റുപ്പീസാണ് കണ്ടത്. ഇത് ഗോൾഡൻ കളറിലാണ് വരുന്നത്. മെറ്റലാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വളച്ചൊക്കെ നോക്കിയത് വളയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ടിഷ്യൂസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇത്രയും വലിപ്പമുള്ളതില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ്, ബാക്കിയെല്ലാം വുഡിലാണ് വരുന്നത്. 3 കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ് ഇങ്ങനെ 3ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. എല്ലാ സൈഡിലും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 392 റുപ്പീസാണ്. ഇതൊരു വുഡൻ ബൗളാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബൗളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 368 റുപ്പീസാണ്. ഞാനിതുപോലെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാനാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലൊരു റോ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് അല്ല, കുറച്ച് റഫായിട്ടുള്ളൊരു സർഫസാണുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന കുറച്ച് ടൂൾസും അതിൻ്റെ ഹോൾഡറായിട്ട് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്ലാസി ലുക്കായിട്ട് തോന്നി. കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുന്നു തോന്നി. അതുകൊണ്ടാണ് വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതുപോലൊരു കുഞ്ഞ് വിസ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലൊരു കുഞ്ഞു നൈഫ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽസിനൊന്നും ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സിസേഴ്സ് ഉണ്ട്. അടുത്തത് വരുന്നത് ഈ ഒരു സോഡ ഓപ്പണറാണ്. അപ്പോൾ ഇത് മാത്രം അത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു ഇതിനകത്ത്.
പിന്നെ വരുന്നത് ഈ ഒരു പീലറാണ്. പീലറും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 393 റുപ്പീസാണ്. പിന്നെ കൂടെ തന്നെ ഈ ഒരു ഹോൾഡറും വരുന്നുണ്ട്. അപ്പോൾ ഹോൾഡർ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഈ പ്രൊഡക്റ്റ് ആമസോണിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത് 699 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലാണ് മീഷോന്ന് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ നൈഫും സിസേഴ്സും പീലറും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നനവുണ്ടെങ്കിൽ വെള്ളം പോകാനായിട്ട്. ഇതൊരു ഫ്ലവർ വേസിൻ്റെ സെറ്റാണ്. 3 വേസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ അത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വേസാണ്. അപ്പോൾ ഒരു വേസ് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഉള്ളത് ഇതിന്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കണ്ടിട്ടാണ് ഞാനത് മെയിനായിട്ട് വാങ്ങിക്കാനുള്ള റീസൺ കേട്ടോ. ഈ 3 വേസ് ഞാൻ വാങ്ങിച്ചത് 359 റുപ്പീസിനാണ്. ഇതുപോലുള്ള വേസ് ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 250 ആ ഒരു റേഞ്ചിലാണ് ഒരു വേസിന് അവർ പറഞ്ഞത്. സെയിം പ്രൊഡക്റ്റ് ഞാൻ ആമസോണിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് 1500 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. ഈ ഒരു തുലിപ്പ് ഫ്ലവർ വാങ്ങിച്ചതും ഞാൻ മീഷോന്ന് തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സാധാരണയായിട്ട് പിൻട്രസ്റ്റൊക്കെ നോക്കുന്ന സമയത്താണ് ഈ ഒരു ടൈപ്പ് ഫ്ലവറും ഫ്ലവർ വേസും കൂടുതൽ കാണാറ്. എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്തും ഒരെണ്ണത്തിന് 250 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു ടേബിൾ റണ്ണറാണ് കേട്ടോ. യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. നമുക്ക് 4 സീറ്ററിനും 6 സീറ്ററിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 272 റുപ്പീസാണ്. എന്തായാലും ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പാറ്റേൺ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലെങ്ത്ത് കറക്റ്റാണ്. ഇത് ഗ്ലാസ് ബൗളിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു സെറ്റ് ഓൾറെഡി ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബൗൾസാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സെറ്റ് കൂടെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ബൗൾസാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സൈസിലുള്ള ബൗളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 268 റുപ്പീസാണ് കേട്ടോ 3 ബൗൾസിന്. കറീസ്, സാലഡ്സ്, പിക്കിൾസ് എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ബൗൾസാണ് ഇതിലുള്ളത്. പിന്നെ ഇത് മൈക്രോവേവ് സേഫാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ സാധാരണ കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ബൗൾസിലാണ് എപ്പോഴും കറിയും ഉപ്പേരിയും ഒക്കെ ആക്കി വെക്കാറ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാക്കി എടുക്കാനും എളുപ്പമായിരിക്കും. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അകത്തും ഇതുപോലെ ബോക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ 2 ഗ്ലാസ് ജാർസാണ് വന്നിട്ടുള്ളത്. നമുക്ക് പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള ജാർസാണ് കേട്ടോ. ലിഡിനും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. 2 എണ്ണത്തിന് വരുന്ന പ്രൈസ് 220 റുപ്പീസാണ്.
അപ്പോൾ ഈ ഒരു ജാർ ഞാൻ വാങ്ങിച്ചത് ഹോം സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഏകദേശം 400 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. ഇതിനും കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. പക്ഷേ അപ്പോൾ മീഷോയിൽ ഇത് അവൈലബിൾ ആയിരുന്നില്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആമസോണിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഷോയിൽ കണ്ട പാടെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് സോപ്പ് ഡിസ്പെൻസറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ട്രേ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 ബോട്ടിൽസാണ് വരുന്നത്. ഒന്ന് ഡിഷസിനും ഒന്ന് ഹാൻഡ് വാഷിനും. ഇതിന് മീഷോയിൽ കണ്ടപ്പോൾ ഇത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽസ് വരുന്നത് ഗ്ലാസ്സിലാണ്. കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ് 524 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ബ്ലാക്കിലും ഒരെണ്ണം വൈറ്റിലുമാണ് വരുന്നത്. പിന്നെ പമ്പിൽ 2ലും ബ്ലാക്കും വുഡൻ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ട്രേ കൊടുത്തിട്ടുള്ളത് ബാംബൂലാണ്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയിരിക്കുന്നു. അല്ല, ഗ്ലാസ് ബോട്ടിൽസാണ്. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് മസ്റ്റ് ബൈ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ചോളൂ. ഇതൊരു 2-in-1 ക്ലീനിങ് ബ്രഷാണ്. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത് കൊണ്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ മിറർ, അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലുള്ള ഗ്ലാസ് ഡോറ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബ്രഷ് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇത് നെറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലാറ്റിലെല്ലാം വിൻഡോസ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് വിൻഡോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോസ്കിറ്റോ നെറ്റും വരുന്നുണ്ട്. ആ മോസ്കിറ്റോ നെറ്റിൽ എപ്പോഴും നല്ല പൊടിയായിരിക്കും. അപ്പോൾ ആ പൊടി വൃത്തിയാക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് മിറേഴ്സും അല്ലെങ്കിൽ ഗ്ലാസ് ഡോർസ്, വിൻഡോസ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതുപോലെ അത്യാവശ്യം നല്ല നീളമുള്ള ഹാൻഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ മിറേഴ്സും ഹൈറ്റിലുള്ള വിൻഡോസും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടും യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 147 റുപ്പീസാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇതുകൊണ്ടാണ് നമ്മൾ നെറ്റൊക്കെ ക്ലീൻ ചെയ്തത് കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഇതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാറ്റാണ് വരുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഐക്കിയെന്നായിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് തോന്നിയത്. കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അതിനേക്കാളും നല്ല വലുപ്പത്തിലാണ് വരുന്നത്. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകി വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഐക്കേന്ന് വാങ്ങിച്ചിട്ടുള്ളതിൽ കുറച്ച് സ്മെല്ല് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഹെവി ആവുന്നുണ്ട് അത് വെള്ളം നനയുന്ന സമയത്ത്. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. നമ്മൾ ബാത്റൂമിൻ്റെ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിൽ. ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റും വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ് കേട്ടോ. കാരണം ഐക്കിയെന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 199 റുപ്പീസിനായിരുന്നു. ഇത്രയും വലുപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡിഷ് റാക്ക് വാങ്ങിക്കുമല്ലോ, അതിൻ്റെ താഴെ ട്രേ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഈ ഒരു ട്രേ അതിന് താഴെ വിരിച്ചു കൊടുത്ത് അതിന് മേലെ നമുക്ക് ആ ഒരു റാക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇതൊരു കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അകത്ത് ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നറും പുറത്ത് പ്ലാസ്റ്റിക് കേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിഡിൽ പോർഷനിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളത്. അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 362 റുപ്പീസാണ് കേട്ടോ 2 കണ്ടെയ്നേഴ്സിന്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പ്രീമിയം ലുക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിൽ പൾസസൊക്കെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ അകത്തുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഇതൊരു ടീ ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പേര് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ടീ ഷുഗർ കണ്ടെയ്നറാണ്. നമുക്ക് ഒരുപാട് കാലം പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 റുപ്പീസാണ് ഈ ഒരു സെറ്റിന്. എന്തായാലും ടീയും ഷുഗറൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് പൊട്ടെന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഇതൊരു ടീ കോഫി ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് സെറാമിക് ജാറുകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 733 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇതിന് ഒരു റിവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ലിഡ് ഇതുപോലെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിഡ് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഓഫ് വൈറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ റിവ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിക്കാനായിട്ട് കുറച്ച് പേടിക്കും. പക്ഷേ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു. കാരണം എൻ്റെ കിച്ചൺ ലൈറ്റർ എപ്പോഴും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു, അതിൻ്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. നമുക്ക് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു USB കേബിൾ കൂടെ വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. ഇതിൽ 2 ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ബട്ടൺ പവർ ഓൺ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്പാർക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മുന്നേ ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാനായിട്ട് പേപ്പർ സ്റ്റൗന്ന് കത്തിച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതാണ് ഇതുപോലെ ഒരെണ്ണം എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. മൈക്രോ ഫൈബർ ടവൽസിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതേ ഐറ്റം ആമസോണിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം അതിൽ റേറ്റ് കാണിക്കുന്നത് 389 ആണ്. ഇതിൽ മീഷോയിൽ ഇതിൻ്റെ റേറ്റ് 210 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്, പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൈക്രോ ഫൈബറാണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ഹാൻഡ് ടവലായിട്ടും പിന്നെ കഴുകിയ പാത്രങ്ങൾ തുടച്ചു വെക്കാനായിട്ട് വേറെ ക്ലീനിങ് പർപ്പസിനും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിങ്ങും പാറ്റേണും എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്കിത് ഹാങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ സ്റ്റാറാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതിലൊക്കെ വേറെ വേറെ പാറ്റേൺസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്നതാണ്. ഇതിലൊരു കുഞ്ഞ് ഡൈനോ ആണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലൊക്കെ എപ്പോഴും ഒരു ഹാൻഡ് ടവൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളെപ്പോഴും
ഈ വെള്ളമൊക്കെ നനയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സിലൊക്കെ തുടയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഹാൻഡ് ടവൽ വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തുടയ്ക്കാം. മൈക്രോ ഫൈബർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഫ്രിഡ്ജിലാണ് ഹാങ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ബൈ ഐറ്റമാണ്. കാരണം ആമസോണിലെ പ്രൈസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മീഷോയിലുള്ള ഈ ഒരു പ്രൈസിന് ഇത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഇതൊരു വെജിറ്റബിൾ പീലറാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റായിരുന്നു ഇത്. അതാണ് ഞാൻ വാങ്ങി നോക്കിയത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് മോള് പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് മെറ്റീരിയൽ വരുന്നത്. കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 88 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിൽ. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ പീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല റീസണബിൾ പ്രൈസിലുമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്നൊരു ഹോൾഡറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫിനിഷിംഗ് ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ. 2 ഡേയ്സിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തോടെ നമ്മൾ സ്പൂണും ഫോർക്കൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം പോകാനായിട്ടാണ് ഹോൾസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്. കാണാൻ നല്ല പ്രീമിയം ലുക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 257 റുപ്പീസാണ്. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് വാട്ടർ അബ്സോർബിങ് മാറ്റാണ്. 2 എണ്ണമുള്ള സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 208 റുപ്പീസാണ് 2 എണ്ണത്തിന്. അപ്പോൾ ഇത് മെയിനായിട്ട് ബാത്റൂമിൻ്റെ പുറത്ത് യൂസ് ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു മാറ്റ് കേട്ടോ. പിന്നെ ഇത് ആൻറ്റി സ്ലിപ്പ് കൂടെയാണ്. ഞാനിത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് നോക്കിയതാണ്. ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളത്തുള്ളികൾ. അപ്പോൾ എന്തായാലും ബാത്റൂം മാറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇതൊരു ഫോസറ്റാണ് കേട്ടോ. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇടയിൽ വിട്ടുപോയി കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇത് നമുക്ക് 360 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇതുവരെ ഞാനിത് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഷവർ മോഡാണ്, വേറെ ഒന്ന് ഫോമിംഗ് മോഡും. സിങ്കൊക്കെ ഭയങ്കര കുഞ്ഞതൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് തെറിക്കും. അപ്പോൾ ഈ ഒരു ഫോസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഫ്ലോ നന്നായി കൺട്രോൾഡ് ആയിട്ടാണ് വരുന്നത്. സൈഡിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലോ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 179 റുപ്പീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കിട്ടിയത്. നല്ല പാക്കിങ്ങിലാണ് വന്നത്. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഐറ്റം ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് 499 റുപ്പീസായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രൈസ് 260 റുപ്പീസാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതുപോലെ പിടിക്കാനുള്ളൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്.
നമുക്ക് സ്പൂൺ, ഫോർക്ക്, സ്ട്രോ, നൈഫ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഇട്ട് വയ്ക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ യെല്ലോ ഷെയ്ഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിച്ചണിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കൂടുതലും വൈറ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തത്. ഒരു സൈഡിൽ കട്ട്ലറി എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ സൈഡിൽ അതിൻ്റെ ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു സിലിക്കൺ സ്പാച്ചുലയുടെ സെറ്റാണ്. അപ്പോൾ ഇതിൽ 12 പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കൊരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം സ്പാച്ചുലയും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ടും ദോശ ഉണ്ടാക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത്. എല്ലാത്തിനും വുഡൻ ഹാൻഡിലാണ് വരുന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമാണ് കേട്ടോ. കാരണം എൻ്റെ കിച്ചണും ഇതേ ഒരു കോമ്പിനേഷനാണ്, ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയോ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കേക്കൊക്കെ മിക്സ് ചെയ്യാനായിട്ടും പിന്നെ കറിയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ബൗളിൽ നിന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ദോശ, ചപ്പാത്തി, പത്തിരി ഇതൊക്കെ ചുടാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ഇത് പാസ്ത, ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാനായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഉള്ളത്. പിന്നെ ഇത് നമ്മൾ ഉള്ളി, തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് യൂസ് ചെയ്യാം. പിന്നുള്ളത് ഈ ഒരു ബ്രഷാണ്, നമുക്ക് കേക്ക് മോൾഡൊക്കെ ബ്രഷ് ചെയ്യാനായിട്ടും പിന്നെ ചപ്പാത്തി, ദോശ അതിലൊക്കെ നമുക്ക് ഓയിലോ ഗീയോ ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു വിസ്കാണ്. ഇതിൻ്റെ മാത്രം ഹാൻഡിൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ, വുഡൻ അല്ല വരുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും വുഡൻ ഹാൻഡിലാണ് വരുന്നത്. പിന്നെ ഇത് സമൂസ, ചിക്കൻ അതൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ യൂസ്ഫുള്ളാണത്. പിന്നെ ഇത് നമുക്ക് സാധാരണ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ്. 12th പീസായിട്ട് വരുന്നത് ഈ ഒരു ഹോൾഡറാണ്. അപ്പോൾ ഈ ഒരു ഹോൾഡറിൽ തന്നെ നമുക്ക് ഈ 11 പീസും ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. നല്ല വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 568 റുപ്പീസാണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും സ്പാച്ചുല കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വേർത്താണ്. കാരണം നമുക്ക് ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം സ്പാച്ചുലയും ഇതിലുണ്ട്. പിന്നെ വുഡൻ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് കളറായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പിങ്ക്, ബ്ലൂ, പർപ്പിൾ ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ സെയിം പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് 997 റുപ്പീസിനാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടും വേർത്താണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ.